റെയിൽവേ ടിക്കറ്റൊക്കെ എടുത്തിട്ട് നമ്മൾ പോകാൻ പോകുന്നത് അയോധ്യയിലേക്കാണ്. കഴിഞ്ഞ 1.5 കൊല്ലമായിട്ട് വാരണാസിയിലുണ്ടെങ്കിലും അയോധ്യയിൽ പോകണമെന്ന് പലവട്ടം വിചാരിച്ചെങ്കിലും ഇപ്പോഴാണ് സമയം ഒത്തു വന്നത്. അങ്ങനെ ട്രെയിനൊക്കെ കയറി ഒരു 3 മണിക്കൂറിനുള്ളിൽ നമ്മൾ അയോധ്യ എത്തിയിട്ടുണ്ട്. അങ്ങനെ ആദ്യം പോയത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. രാവിലെ ഒന്നും കഴിക്കാതെ ഇറങ്ങിയതുകൊണ്ട് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ആദ്യം പോയത് ഹനുമാൻ മന്ദിറിലേക്കാണ്. അയോധ്യയിൽ വന്ന ആദ്യം ഹനുമാൻ മന്ദിറിൽ പോയി ഹനുമാൻ സ്വാമിയുടെ പെർമിഷൻ വാങ്ങിയിട്ട് വേണം നമ്മൾ രാമനെ കാണാൻ എന്നാണ് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ ഹനുമാൻ മന്ദിറിലൊക്കെ പോയിട്ട് നേരെ പോകുന്നത് രാം മന്ദിറിലേക്കാണ്. ഇങ്ങനെ ഒരു വലിയ ക്യൂ ആണ്. ആ ക്യൂവിലൂടെ നമ്മൾ നടന്നു പോയി കഴിയുമ്പോൾ അയോധ്യ രാമക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ടിലെത്തും. അവിടെ നമ്മുടെ ബാഗും ഫോണും എല്ലാം ലോക്കറിൽ സൂക്ഷിച്ചിട്ട് നമ്മൾ നേരെ അമ്പലത്തിൽ പോയി തൊഴുതു. അതിങ്ങനെ ഞങ്ങൾ നേരെ പോയത് ഫ്രീ ആയിട്ട് ഫുഡ് കിട്ടുന്ന സ്ഥലത്ത് നിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് കനക് ഭവൻ എന്ന് പറയുന്ന ഒരു മന്ദിർ കാണാൻ വേണ്ടിയിട്ടാണ്. നല്ല അടിപൊളിയായിട്ടുള്ള കാണാൻ നല്ല ഭംഗിയുള്ള ഒരു മന്ദിരമാണ് ഈ കനക് ഭവൻ എന്ന് പറയുന്നത്. അങ്ങനെ അവിടെ പോയി കുറേ നേരം വെറുതെ ഇരുന്നു. കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടിട്ട് ഞങ്ങളിത് ഇറങ്ങി നടന്നപ്പോഴാണ് ഇങ്ങനൊരു സാധനം കാണുന്നത്. രാമഭഗവാൻ കാട്ടിപ്പോയ സമയത്ത് ഒരു മരത്തിൻ്റെ എന്തോന്ന് കഴിച്ചതാണിത്. അങ്ങനെ അത് വാങ്ങി കഴിച്ചു നോക്കി. ഒരു പ്രത്യേകിച്ച് വികാരമൊന്നുമില്ലാത്ത ഒരു ചവർപ്പൊക്കെയുള്ളൊരു അങ്ങനെ ഒരു ടേസ്റ്റുള്ളൊരു സാധനമായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഒരു ഇലക്ട്രിക് ഓട്ടോ എടുത്തിട്ട് പോയത് ലതാ ചൗക്കിലേക്കാണ്. ഇവിടെ ഇങ്ങനെ ഒരു വലിയ വീണ വെച്ചിട്ടുണ്ട്. ലതാ മങ്കേഷ്കറിന് രാമഭഗവാനോടുള്ള ഭക്തിയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇങ്ങനെ ഒരു ഇത് പണിതെന്നാണ് ഞാൻ ഗൂഗിൾ നോക്കിയപ്പോൾ കണ്ടത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ സരയൂ നദി കാണാൻ വേണ്ടിയിട്ടാണ് പോയത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ബൈ എവ്രി വൺ.